തങ്കളം കാക്കനാട് നാലുവരിപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. നാലുവരിപ്പാതയുടെ പഴയ അലൈൻമെന്റ് IRC മാനദണ്ഡം പ്രകാരം ഫീസിബിൾ അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. വിഷയത്തിൽ ആന്റണി ജോൺ MLA നൽകിയ കത്തിന് മറുപടിയായിട്ടാണ് പുതിയ അലൈൻമെന്റ് സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് കിഫ്ബിയിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുള്ളത്. നിലവിൽ കിഫ്ബി പദ്ധതിയായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന നാലുവരി പാതയുടെ പഴയ അലൈൻമെന്റ് IRC മാനദണ്ഡപ്രകാരം ഫീസിബിൾ അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. നിരവധി തവണ നിയമസഭയിലും സർക്കാരിന്റെയും കിഫ്ബി അധികൃതരുടെയും എല്ലാം ശ്രദ്ധയിൽ ഈ വിഷയം ആന്റണി ജോൺ MLA കൊണ്ടുവരികയും തുടർന്ന് പദ്ധതി നടപ്പിലാക്കുന്നതിനായുള്ള തുടർ പരിശോധനകൾ നടത്തുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരം കിഫ്ബി തയ്യാറാവുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLA നൽകിയ കത്തിന് മറുപടിയായിട്ടാണ് പുതിയ അലൈൻമെന്റ് സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് കിഫ്ബിയിൽ നിന്നും മറുപടി ലഭ്യമായിട്ടുള്ളത്. നിലവിൽ കോതമംഗലം ഭാഗത്ത് പൊതുമരാമത്ത് അതിർത്തി വിഭാഗം പ്രവൃത്തി നടത്തിയ സ്കെച്ച് ഉൾപ്പെടുത്തി മലയപീടിക, ചെറുവട്ടൂർ, പള്ളിച്ചിറങ്ങല എന്നീ സ്ഥലങ്ങളിലൂടെയാണ് വീട്ടൂർ വരെ നീളുന്ന അലൈൻമെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടൂർ മുതൽ കിഴക്കമ്പലം വരെയുള്ള ഭാഗത്തെ അലൈൻമെന്റ് നിലവിലെ റോഡ് വീതി കൂട്ടിയാണ് വിഭാവനം ചെയ്യുന്നതെന്നും കിഴക്കമ്പലം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്തെ അലൈൻമെന്റ് സംബന്ധിച്ച പഠനങ്ങൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും കിഫ്ബി അറിയിച്ചു. കിഫ്ബി പദ്ധതിയായി തന്നെ തങ്കളം കാക്കനാട് നാലുവരിപ്പാത നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങി വരികയാണെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.